എടാ വെളുപ്പിനെ 3 മണിക്ക് ഇടിക്കാൻ നിനക്ക് നാണം ഉണ്ടോടാ? വെളുപ്പിനെ 3 ഇത് വൈകുന്നേരത്തെ 3 ആണോ? എടാ ഒരു 5 മിനിറ്റ് കൂടെ. വഴിയിലടാ പുല്ലേ കാർ കൊണ്ടിടുന്നേ. എടാ ഇതെന്റെ കാറൊന്നും അല്ല. എന്റെ അല്ലയോ? അകത്തുള്ള ആരും ഉണ്ടോടാ? കാറാടാ. രാജേട്ടാ ഇത് ആരാ കാറാ? ഈ കാറോ? വീടിന്റെ വീട്ടിൽ മാറ്റിട്ടാൻ പറ, ഞാൻ കാർ ഇറക്കാനുള്ള. എന്റെ വീട്ടിലാരും വന്നൊന്നുമില്ല. എന്നാലും തോന്നിയ ചേട്ടാ. എനിക്കറിയത്തില്ല. പിന്നെ വീടിന്റെ വേണ്ടി ഇവിടെ കാർ ഇട്ടേക്കുന്നു. നിങ്ങൾ ആ പോലീസ് സ്റ്റേഷനിൽ വല്ലതും പോയി പറ. സാറേ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലേ. എന്തുവാടോ? എന്തിനാ വരാൻ പറഞ്ഞേ? സാറേ ഞങ്ങള് രാവിലെ എണീറ്റ് വന്നപ്പോൾ ഈ വണ്ടി വീടിന്റെ ഫ്രണ്ട് കിടക്കുക. അതിന് വണ്ടി തള്ളാനാണോ നീയൊക്കെ എന്നെ വിളിച്ചേ? എടോ ഇതിന്റെ ഉടമസ്ഥ എടുത്തോണ്ട് പോകത്തില്ലയോ? സാറേ ഉടമസ്ഥർ ആരാന്ന് അറിയത്തില്ല. ഇതിനകത്ത് വല്ല കഞ്ചാവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമുക്ക് അറിയത്തില്ല. അതാ സാറിനെ വിളിച്ചേ. സാറേ ഈ അങ്ങനല്ല, സംസ്കാരപരമായ വണ്ടി വണ്ടി കാണുമ്പോ നമ്മൾ വിളിക്കണമെന്നാണല്ലോ. പിന്നെ ഇന്നൊരു ദിവസത്തേക്ക് ഇതോടെ കിടക്കട്ടെ. ഇനിയും തിരക്കി ആരും വന്നില്ലെങ്കിലേ നമുക്ക് നോക്കാം. സാറേ ഞങ്ങൾക്ക് വണ്ടി ഇറക്കണതാ. ഈ വണ്ടി ഞാൻ നോക്കി നടക്കുമായിരുന്നു. ഇതിലെയോ മറ്റേ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ഒരുപാടുള്ളേ, പോകിലാമ്പൊക്കെ ഞാൻ നോക്കി നടക്കുമായിരുന്നു. രാവിലെ തന്നെ ഒരു വെറ്റിക്കുള്ള വകയായല്ലോ. ഭഗവാൻ ഈശ്വര, എവിടുന്ന് വെറ്റി അടിച്ച് തുടങ്ങും? 5 ടയർ, അത് തന്നെ ഒരു വെറ്റി. മണ്ടയ്ക്ക് ഒരു തുളയുണ്ട്, അത് 2ാമത്തെ പെറ്റി. ഹലോ, ഒരു മെയിൻ കാര്യം ഒഴിവായല്ലോ. ഈ ടയർ ഇച്ചിരിയും കൂടെ തള്ളി നിന്നായിരുന്നെങ്കിൽ അതൊരു വലിയ പെറ്റിയാക്കി കൊടുക്കാൻ. ഇതെന്തുവാ? സഞ്ചരിക്കുന്ന അണ്ടിയാപ്പീസിന്റെ പോക്കോടല്ലോ. എഴുതി തന്ന പെറ്റിയല്ല അവളെ, നാളെ അടച്ചേക്കണേ കേട്ടോ. എടാ ഇതിപ്പോ ഉള്ളിൽ കയറണമെങ്കിൽ ഗ്ലാസ് പൊട്ടിക്കണം, ഡോർ ഇളക്കി മാറ്റണം, അങ്ങനെയൊക്കെ ചെയ്യണമല്ലോ. എടാ നീ എങ്ങനെ അപ്പുറത്ത് നിന്ന്? ഞാൻ ഇവിടെ ഇരിക്കുവായിരുന്നല്ലോ. എടാ ഞാൻ ഇതുവഴി അകത്തോട്ട് കയറി അപ്പുറത്തൂടെ അല്ലേ ഇറങ്ങണ്ടേ? ഞാൻ അപ്പുറത്തൂടെ ഇറങ്ങാൻ നോക്കി, പക്ഷെ ഇങ്ങനെ ഇവിടെ വന്നു. നിനക്കെന്താ വയ്യേ രാവിലെ? എടാ സത്യമാടാ, നീ ഒന്ന് കയറി നോക്ക്, കയറി നോക്ക്. ഇവിടെ 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 ഇത് തന്നെ ഞാനും പറഞ്ഞത്. എടാ ഇതൊരു സാധാരണ കാറിലടാ. അതെന്താ? ഇതൊരു മാജിക്കൽ കാറാ. മറ്റേ സിനിമന്റെ കാണത്തില്ലേ, ഇതിലെ ടൈം സോണും മറ്റേ എന്തൊക്കെ എന്തുവാണ് എന്തൊരു പറയാമല്ലോ, അങ്ങനെ എന്തോ ഒരു സംഭവം. ചേട്ടാ ഇത് മാജിക്കൽ കാറോ? ഒന്നുമില്ല. എന്റെ കൈമുട്ടിനും കാൽമുട്ടിനും ഒരു പെരുപ്പുണ്ട്. അത് പോട്ടെ. എടാ ഈ കാര്യം നമ്മളിപ്പോ ആരോടും പറയുന്നില്ല. പിന്നെ ഇത് വെച്ച് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു മാജിക്കൽ കാറാ. ഈ മാജിക്ക് ഇവിടെ ആർക്കും അറിയത്തില്ല. നമ്മുടെ രാഘവൻ മുതലുള്ള ഉണ്ടല്ലോ, പുള്ളി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇതൊക്കെ ക്രേസ് ഉള്ള ഒരാളാ. എന്തെങ്കിലും തടയും. പണി നല്ലോണം രാഘവ മുതലാളി. എടാ എന്തുവാടാ ചെറുപ്പക്കാർക്ക് ഇപ്പൊ കാലിന് മുട്ടിലൊന്നും വയ്യയോ? നമുക്ക് ഇരുന്ന് സംസാരിക്കാം. മതി, ഇതൊക്കെ ഇരുന്നു. മുതലാളി ഒരു കാറ് കൊടുക്കും. പോണെ ഇറക്കാടുന്നത് കാറും കൊപ്പൊന്നും എനിക്ക് പറഞ്ഞേക്ക്. ഇതൊരു സാധാരണ കാറല്ല, ഒരു മാജിക്കൽ കാർ. മാജിക്കൽ കാറോ? ഊടായിപ്പോയിട്ട് അങ്ങോട്ട് ഇറങ്ങിയേക്കുക? അല്ലല്ല, ശരിക്കും. എത്ര മുറിക്കാൻ പറ്റും? അതൊന്ന് കാണും. എന്തുവാ എനിക്കത് വയ്യാടാ. ഇതാ ഞങ്ങൾ പറഞ്ഞ കാർ. പോടാ, മഹേന്ദ്ര XUV 300 മുതലാളി ഇതിന്റെ ഈ ഡോറിൽ കൂടെ കേറി
അപ്പുറത്തൊന്ന് ഇറങ്ങി കാണിക്കാം. എടാ എന്തുടാ ഇത് നീക പിള്ളേര് കുഞ്ഞളിക്കതാ ഇവന്മാരെ കൊണ്ട് വലിയ ശല്യം. നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? ഈ കാറിനകത്തിരിക്കുമ്പോൾ ചെറിയൊരു നടുവേദനയുണ്ട്. അതൊക്കെ പോട്ടെ, നിങ്ങൾ ഈ കാർ എത്ര രൂപയ്ക്ക് കൊടുക്കും? ആലോചിക്കണം. ഈ കാറിൽ ഇടവ് നിന്ന് വലത്തോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ 10 വയസ്സ് കൂടും. എന്റെ കൈമുട്ടിനും കാൽമുട്ടിനൊരു പെരുപ്പുണ്ടല്ലോ. നമുക്ക് ഇരുന്ന് സംസാരിക്കാം. മതി, പതുക്കെ ഇരുന്നോ. പക്ഷെ വലതുവശത്ത് നിന്ന് ഇടത്തോട്ട് കയറി കഴിഞ്ഞാൽ 10 വയസ്സ് കുറയും. കൈക്കുവേനെ കാലുവേലേക്ക് മാറി. എനിക്കും മുതലാളി ഇപ്പൊ വണ്ടിയുടെ വില വരുന്നത് 1 കോടി. 5 കോടി. കാരണം അതുവഴി കയറി ഇതുവഴി ഇറങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ 10 വയസ്സ് കൂടുകയും ഇതുവഴി കയറി ഇതുവഴി ഇറങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ 10 വയസ്സ് കുറയുകയും ചെയ്യും. ശരിയാണല്ലോ, നേരത്തിനെക്കാട്ടി നല്ലൊരു മെഷീൻ. നടുവേദനയൊക്കെ അങ്ങ് മാറി. 5 കോടി എങ്ങനെ? വണ്ടി ഒന്ന് ഓടിച്ചു നോക്കട്ടെ. കേട്ടാ വണ്ടി നല്ല കണ്ടീഷനാ, ഓടുന്നുണ്ട്. 5 കോടി ഒന്നും കുറയത്തില്ലേ? 5 കോടിയൊന്നും കുറയ്ക്കണ്ടാടാ. മുതലാളി എവിടെ പോയി? മുതലാളി എന്തോടാ നമുക്ക് വയ്യാതാവുന്നേ? എനിക്കറിയത്തില്ല. എനിക്കാണെങ്കിൽ സ്റ്റിയറിംഗ് കൈ വേറെ എടുക്കുന്നതാ. അയ്യോ ഈ കാറിൽ സഞ്ചരിക്കുന്ന ഓരോ സെക്കൻഡും നിങ്ങളുടെ ഓരോ വയസ്സ് കൂട്ടിക്കൊണ്ടിരിക്കും. അതെ, ഈ കാലം പണി നടക്കും തോന്നുന്നില്ല കേട്ടോ. ആരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അതെന്താ കാര്യം? എന്താ? ഞാൻ കഴിഞ്ഞ 15 ദിവസം കൊണ്ട് ഐസിയുന്റെ ഫ്രണ്ട് ഇരിക്കോ. ഈ വെന്റിലേറ്ററിൽ ഇവന്മാരെ മാറ്റിയാലേ എനിക്കുമാരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത്രയ്ക്ക് പാടാണോ ഇത്? പാടാണോന്നല്ല, ഇനി നടക്കുമെന്നേ തോന്നുന്നില്ല. ഈ മെഡിക്കൽ ഫീൽഡൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ വെച്ചടി കേറി പോവാ. പാടാ പിടിച്ചു നിൽക്കാൻ. ടൈം ലൈനൊക്കെ മൊത്തം തെറ്റും. ഇങ്ങനാകുമെന്നേ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാനൊരു സൂത്രപ്പണി ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് കാലാ, നിങ്ങൾ പോത്തുമാറി കാറ് മേടിച്ചോ? അത് വെള്ളക്കാറ്. സാധാരണ ഒരു കാറല്ല മോനെ. രാവിലെ തന്നെ നേരം വെളുത്തല്ലോ.